ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, സൺഡേസിൽ നമ്മുടെ വ്ളോഗ് ഉണ്ടാവില്ല. മൺഡേ തൊട്ട് സാറ്റർഡേ വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ സാറ്റർഡേ ഇടാൻ പറ്റിയില്ലെങ്കിൽ സൺഡേ ഉണ്ടാവും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ രാവിലെ 10 മണിക്കാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാണണേ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ ഗൈസ്, ഞാനിവിടെ ഇതാ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? കറി ആയിട്ടുണ്ട്. നമുക്ക് ഇതാ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കോളിഫ്ലവർ, ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് സവാളൊക്കെ ചേർത്തിട്ടുള്ളൊരു കറി. അപ്പോൾ അത് റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ഹായ് ഗായ്സ്, സോ ഞാനിപ്പോൾ എൻ്റെ ഹെയർ കളർ ചെയ്തിരിക്കുകയാണ്. ഉണ്ടല്ലേ, മറ്റേത് കുറച്ച് ഇങ്ങനെ വൈറ്റ്, എനിക്ക് ഓൾറെഡി ഒരു വൈറ്റ് ഹെയർ ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളതാണ് വൈറ്റ് ഹെയർ. അപ്പോൾ അതിങ്ങനെ കളറടിച്ച് നിൽക്കും. ആദ്യം ഹന്നിയായിരുന്നു, പിന്നെ അത് മാറ്റി മറ്റേ കെമിക്കൽസൊക്കെ യൂസ് ചെയ്തു. ഇപ്പോൾ സ്ഥിരമാണ്, ഈ മാസത്തിൽ ചെയ്യേണ്ടതാണ്, എല്ലാ പ്രാവശ്യം ചെയ്യും. പിന്നെ ഇപ്പോൾ കൂടുതലും എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലൊക്കെയാണ് കൂടുതലും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, യാത്ര ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അതിന് മുന്നായിട്ട് നമ്മളൊന്ന് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. മുടി ഈ പ്രാവശ്യം ബ്രൗൺ ആണ് ഞാൻ കളർ എടുത്തെങ്കിലും നമ്മളിത് ചെയ്തിങ്ങനെ കുറേ നിൽക്കുമ്പോൾ ഇത് ബ്ലാക്കായിട്ട് വരും. പിന്നെ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ ശരിക്കും അതിൻ്റെ കളറ് വരിക. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡ് റെവലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. പിന്നെ ഗാർണിയറിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, ഗാർണിയറിൻ്റെ യൂസ് ചെയ്യും. ലോറിയലൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ. അപ്പോൾ ഗാർണിയർ സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ റെവലോണാണ് യൂസ് ചെയ്യുന്നത്. റെവലോണിൽ വേറൊരു സംഭവമുണ്ട്, ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും നമുക്കിങ്ങനെ ഓരോ ഇഴ എടുത്തിട്ട് നമുക്ക് കളർ ചെയ്യില്ലേ, ഓരോ ഇഴകൾ ഇങ്ങനെ ഓരോ സ്ട്രിപ്സുകൾ എടുത്തിട്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് റെവലോണല്ല, സ്ട്രീസിൻ്റെ ഉണ്ട്. അതിലാണ് അങ്ങനെ ഹൈലൈറ്റ്സ് ഉണ്ട്, അവർ കളറുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോ ഇത് എടുത്തിട്ട് സ്ട്രിപ്സ് എടുത്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഉള്ള ടൈപ്പ് കളർ ഹൈലൈറ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ സംഭവം ഉണ്ട് അവർ. അപ്പം ഇതിന് മുന്നേ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ അങ്ങനെ ചെയ്തു, മുടി മൊത്തം. അതാണ് ഭയങ്കര കളർ വന്നത്. പിന്നെ ഞാൻ റെവലോൻ്റെ ഏതൊരു ഗോൾഡൻ ബ്രൗണോ അങ്ങനത്തെ ഒരു കളർ ചെയ്തിട്ടാണ് പിന്നെ ഇത്രയും നാൾ നിന്നിരുന്നത്. പിന്നെ അതൊക്കെ പോയി തുടങ്ങി നേരെ വന്നപ്പോൾ നമ്മളിപ്പോൾ ബ്രൗൺ ആണ് ശരിക്കും. പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോൾ കണ്ടില്ലേ, ബ്ലാക്ക് തന്നെ. കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫെയ്ഡാകുമ്പോൾ ആകെ ഒരു കളർ വരും, അങ്ങനെയാണ്. അപ്പോൾ കളർ അടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കണം. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ചപ്പാത്തിയും കറിയും കോളിഫ്ലവർ ആയിരുന്നു കറി. പിന്നെ വിക്രമിനും അനുവും ഇല്ല, അവർ ഇന്ന് NSSൽ പ്രോഗ്രാമുണ്ട്, വാർഷികമാണ്. അപ്പോൾ അവിടെ ഊണും കാര്യങ്ങളും. ഞാൻ പോയില്ല, എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. പണികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകാനുള്ള കാര്യങ്ങൾ നോക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനാലും പിന്നെ ഞാൻ പോയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഫുഡ് ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് പിന്നെ കഴിക്കാൻ വേണ്ടി താല്പര്യത്തില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ കഴിക്കുന്നില്ലാതെ ഞാൻ കഴിക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയില്ല, അവർ പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവന് നാളെ തൊട്ട് പരീക്ഷയാണ്, ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയാണ്. അതുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളൂ യാത്രയ്ക്ക്. അതാണ് എനിക്ക് എനിക്കെന്താ പറയുക, ഭയങ്കര ടെൻഷനാണ് പോകാനുള്ള എന്തോ ഒരു പേടിയല്ല, ഒരു സാധാരണ നമുക്കിങ്ങനെ യാത്ര പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. ഇത് എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല. ഒന്നാമത് എനിക്ക് ട്രെയിനിൽ അത്ര കംഫർട്ടായിട്ടൊരു സംഭവമല്ല. എനിക്ക് പ്ലെയിൻ തന്നെ ഇഷ്ടം. ഓക്കെ, ട്രെയിനിൽ എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് പോലെയാണ്. പക്ഷേ നമ്മൾ 3rd AC ആണ്. പക്ഷെ എന്നാലും അതെ, എനിക്ക്
ഒരു വല്ലാത്തൊരു ഫീലിംഗ്. പിന്നെ അതുമല്ല എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ യാത്ര പോക്കിന് എനിക്കങ്ങനെ ഒരു നല്ലൊരു സന്തോഷമൊന്നും തോന്നുന്നില്ല. അറിയില്ല ഇനിയിപ്പോൾ പോയി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാ ചോറുണ്ട്, ഇത് പാവയ്ക്ക തീയലാണ്, കണ്ടോ പാവയ്ക്ക കയ്പ്പയ്ക്ക തീയൽ, പിന്നെ ബീട്രൂട്ട് തോരൻ എന്ന് പറയുമ്പോൾ മെഴുക്ക് പുരട്ടി, പിന്നെ ഇത് ബനാന ചിപ്സാണ്. അപ്പോൾ എനിക്ക് ചോറിൻ്റെ കൂടെ ബനാന ചിപ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് പുളിഞ്ചി എനിക്ക് ഭയങ്കര പുളിയുള്ളതല്ല, ഇത്തിരി മധുരം ഇത്തിരി കൂടുതൽ നിൽക്കുന്ന ഒരു പുളിഞ്ചിയാണ് എനിക്കിഷ്ടം. പിന്നെ ഇവിടെ അച്ചാറുണ്ട്, തൈരുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമുക്ക് കായ്പ്പിരി ഇങ്ങനെ ചോറ് കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. കായ്പ്പിരി അല്ല, വേറെയും ഇങ്ങനെ കൊക്കുവടയൊക്കെ ഇല്ലേ, കൊക്കുവട എന്നല്ല എങ്ങനെ പറയാം, ആ ചിപ്സും എനിക്ക് ചോറ് കൂടെ കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ചോറിന് കൂടെ കഴിക്കും. കൊക്കുവട, പക്ഷേ ഇത് ഞാൻ അങ്ങനെ എനിക്ക് പിന്നെ ഇത് ചക്ക വറുത്തത് അതൊക്കെ എനിക്ക് ചോറോട് കഴിക്കാൻ ഇഷ്ടം. അത് ചക്ക വറുത്തത് ഞാൻ വെറുതെ ആയാലും കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ കായ വറുത്തത് ഞാൻ അങ്ങനെ വെറുതെ കഴിക്കില്ല, അത് ഈ ചോറോടെ കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കട്ടെ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് നിന്ന കാരണം വെറുതെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാനായിട്ട് നിന്നു. അപ്പോൾ പിന്നെ അവരൊക്കെ കഴിച്ചു, അപ്പം ഞാൻ മാത്രമേ ഇനി കഴിക്കാനുള്ളൂ. ഓക്കെ, ഹായ് ഗായ്സ്, അപ്പോൾ ഇതാ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഇപ്പോൾ സന്ധ്യയായി, സത്യം പറഞ്ഞാൽ സന്ധ്യാസമയമായി. വിളക്കൊക്കെ കൊളുത്തി ഇതാ നമ്മുടെ ഹെയറൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കളറ് മനസ്സിലാവുന്നുണ്ടോ? ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇത്. ശരിക്കും നമുക്ക് നല്ല പകൽ വെളിച്ചത്തിലൊക്കെ നല്ല രസമുണ്ട് കളർ കാണാനായിട്ട്, ഒരു ബ്രൗൺ കളർ. ഇപ്പോൾ ഇത് അറിയില്ല, ഒരു ബ്ലാക്ക് ആയിട്ട് ഇരിക്കണേ. എന്തായാലും നേരത്തെ കളറിനേക്കാളും ഒരു മാറ്റമല്ലേ. അപ്പോൾ കണ്ടോ, ചെറിയൊരു ബ്രൗൺ കളറാണ് ഒരു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഏതാ ഭംഗി? ഇതാണോ ഭംഗി, നേരത്തെയാണോ ഭംഗി? നേരത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ കളറൊക്കെ പോയിട്ട് എനിക്ക് എന്തായാലും ഈ ഫ്രണ്ട് ഭാഗം എൻ്റെ നരച്ച മുടിയാണ്. അപ്പോൾ കളർ പോകും തോറും എന്താ പറയുക, ഇങ്ങനെ ഇവിടുന്ന് റൂട്ടിൽ നിന്ന് വരുന്ന മുടി നരച്ച മുടിയായിട്ട് വരാം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, വേറെ വൃത്തിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ആ കളറും വൈറ്റൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക കളറ്. പിന്നെ ഇവിടെ നിന്ന് കളറ് മങ്ങുന്നില്ല, പക്ഷെ ഇവിടെ നിന്നാണ് അതെന്താണെന്ന് എനിക്കത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലുക്ക്. ഒരാളെയൊന്ന് പഠിക്കണുണ്ടല്ലോ. വാഗമരത്തിന്റെ ചില്ലയിൽ നിന്ന് വാഗമരം വാഗമരത്തിന്റെ നല്ല അക്ഷരം വല്ല. അപ്പൊ വാഗമരം, ഞാൻ എന്താ വായിക്കണ്ടേ? അമ്മ അല്പം അകലെ നിൽക്കുന്ന വാഗമരത്തിന്റെ ചില്ലകൾ മഹർഷി. ചില്ലകൾ എന്നൊന്നും അല്ലല്ലോ എൻ്റെ ചില്ലകളിൽ നിന്നാണ്. എവിടുന്നാണ് കിളിയുടെ ഒച്ച കേൾക്കുന്നത്? അല്പം അകലെ നിൽക്കുന്ന വാഗമരത്തിന്റെ ചില്ലയിൽ നിന്നാണ് മഹർഷി കിളിയുടെ ഒച്ച കേട്ടത്. ഇതാണ് എൻ്റെ ആൻസർ. അപ്പം ശരിക്കും പറയാണ്ട് എങ്ങനെയാ? അക്ഷരപ്പൂവടി മലയാള പാഠാവലി. കിളിയോട് പറഞ്ഞത് നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഓമന തിങ്കൾ കിടാവോ, കൂട്ടുകാർക്ക് സ്നേഹപൂർവം, കൊച്ചു കൊച്ചു മോഷണങ്ങൾ, നിറങ്ങൾ, ഗുരുവിൻ്റെ പരീക്ഷണം, ഇണക്കിളികളുടെ കഥ, ഗ്രാമഭംഗി. ഇതിൽ പദ്യം ഏതാണെന്നുള്ളതൊക്കെ ഇവിടെ നേരെ കൊടുത്തിട്ടുണ്ട്.
ഇത്രയും പാടാണ് പരീക്ഷിക്കുന്നത്. ഓമന തിങ്കൾ കിടാവോ ഇടിയമ്മൻ തമ്പിയുടെ പാട്ട്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള അങ്ങനെയല്ലേ എൻ്റെ ഈണം. എൻ്റെ ഈണം എങ്ങനെയായിരുന്നു? അയ്യോ ആ പാട്ടിൻ്റെ അത് തന്നെ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള അങ്ങനെയാണ് എൻ്റെ ഈണം. പക്ഷെ എനിക്ക് പാട്ട് പാടാനൊന്നും അങ്ങനെ അറിയില്ല. അമ്മ കുട്ടിയെ താരാട്ടുറക്കുന്ന അമ്മ കുട്ടിയെ ഉറക്കാം താരാട്ട് പാട്ടാണ്. കുട്ടിയെ ഉറക്കാവുന്ന താരാട്ട് പാട്ട്. നമുക്ക് ആകാശത്തില് ചുറ്റി കറങ്ങാമെന്നാണ് ആൺകിളി പെൺകിളിയോട് പറഞ്ഞത്. ഓ ആകാശത്തിൽ ചുറ്റി കറക്കാൻ പോകുന്ന ആൺകിളി പറയാ പെൺകിളിയോട് നമുക്ക് കറിയിട്ട് വരാന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്, ഞങ്ങളിതാ ഞങ്ങൾ ഡെലിവറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി, സിംഗിൾ ചിക്കൻ ബിരിയാണി ഫ്രം വീനസ് ഹോട്ടൽ. അപ്പോൾ അതും കാത്ത് നിൽക്കുകയാണ്. കൊണ്ടുവരുന്ന പയ്യൻ വഴി തെറ്റി വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫുഡ് ഡെലിവറി. നല്ല വിശപ്പ്. അപ്പോൾ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്, അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. അപ്പോൾ ബിരിയാണി അപ്പോൾ അങ്ങനെ ഓരോന്ന് കഴിക്കുന്ന ഓരോരുത്തർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പോൾ പിന്നെ സിംഗിൾ ചിക്കൻ ബിരിയാണി വീനസിൽ നിന്ന് ഒരു 110 രൂപയും കൂടെ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്ക് ആകുമ്പോൾ ഒരു 200 സംതിങ്. ഡെലിവറി ചാർജ് അടക്കം ഇപ്പോൾ 270 ആവും. ഡെലിവറി ചാർജ് ഉണ്ട്, 40 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യാറുള്ളതാണ്. ഞങ്ങളിപ്പോൾ വഴിയിൽ വന്ന് നിൽക്കാന് ഞാൻ പറയട്ടെ ഗൈസ്, നിങ്ങളും കേട്ടോ. നിങ്ങളുടെ സ്വഭാവവും ഇപ്പൊ അത് പറയാൻ സ്വഭാവവും നല്ലതും ചീത്തയും ചൂണ്ടിക്കാണിക്കും എന്ന് വെച്ചാ മുഖം മാത്രമല്ല മനസ്സിന്റെ ചിത്രവും ചങ്ങാതി കാണിക്കും, ചൂണ്ടിക്കാണിക്കും. ആ വഴി മുഖം നന്നാക്കാൻ മാത്രമല്ല മനസ്സ് നന്നാക്കാനും ചങ്ങാതി സഹായിക്കും. ഇത് പഠിക്കാനുള്ളതാണ്. സൂര്യൻ ഇല്ല മൊത്തം കഴിഞ്ഞിട്ടില്ല, എന്നാലും മറ്റേ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. വണ്ടി ഇങ്ങോട്ട് പോയോ? പാടത്തേക്ക് പോയിട്ട് ഇവിടെയൊക്കെ ഞങ്ങളുടെ ബാക്ക് പാടാണ്. അപ്പോൾ ഏത് വഴിക്ക് പോയാലും പാടത്തേക്ക് എത്തും. ഇതിപ്പോൾ ഏതായിട്ട് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ചിലപ്പം മിക്കതും തെറ്റായിട്ടാണ് കാണിക്കുക എപ്പോഴും. അതാണ്. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ. ഞങ്ങളുടെ ഡെലിവറി ഫുഡും കൊണ്ട് ഡെലിവറി പോയി വരുന്നുണ്ട്. നമുക്ക് വന്ന ഡെലിവറി അല്ല, അത് വേറെ ആൾക്കാർക്കുള്ളതായിരുന്നു. പക്ഷെ നമ്മുടെ നമ്പറിൽ വിളിക്കുകയും ചെയ്തല്ലോ. അതാണ് സംഭവിച്ചത്. എന്താ രണ്ടും എന്താ പറയാ ഇറ്റിഗോ ആണ്, പക്ഷെ വേറെ ആളാ വന്നിരിക്കുന്നത്. നമ്മുടെ നമ്പറിലാണ് കൂടുതൽ. അപ്പൊ അതല്ലായിരുന്നു കേട്ടോ, വേറെ വരും. ഇതാണ് കോറു, ഞങ്ങളുടെ കോറു, ഞങ്ങളുടെ ഡോഗ് കോരു. കോരു ഞങ്ങളുടെ ഡോഗ്. എന്തിനാ കോയു നോക്കണ്ടില്ല. എത്ര നാളെ? 6 വയസ്സും കൂടെ കഴിഞ്ഞ. ഞങ്ങളൊരു 3 മാസമായപ്പോൾ വാങ്ങിച്ചതാ. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് കോരു. ആ കുറുമ്പൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതിന്. അപ്പൊ ചെറുപ്പത്തിലുള്ള കുറുമ്പൊക്കെ ഇപ്പോഴും ഉണ്ട്.
ഇവിടെ കഴിഞ്ഞിട്ടെന്ന് വന്നേന്നറിയോ? ഗൈസ്, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് കിട്ടിയിരിക്കുന്നു. സിംഗിൾ ചിക്കൻ ബിരിയാണി. എത്ര കഴിഞ്ഞിട്ട് വന്നേന്ന്? അത് ഓർഡർ ചെയ്യുന്ന ഒരാൾ, അതായത് കൊണ്ടുവന്ന ഡെലിവറി ബോയുടെ വണ്ടി എന്തായി, അപ്പോൾ വേറെ ആളെയൊക്കെ വിട്ടിട്ടൊക്കെ വന്നത്. അപ്പോൾ ഇത്ര നേരം കഴിച്ചു. അപ്പോൾ അതാണ് വേറെ സംഭവം എത്തി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബിരിയാണി. കണ്ടോ, ഒരു സിംഗിൾ ചിക്കൻ ഉണ്ടാവും, അടിയിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും. ഇത് സലാഡ് ആൻഡ് പിക്കിൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അതിനിടയിൽ ഒരാൾ വോമിറ്റിംഗ് ഒക്കെ ആയി. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയും മറ്റൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ബൈ.